ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലിങ്ങനെ പൂത്തിക്കണമെന്ന് നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലെ. അങ്ങനെ പൂത്തിക്കണമെന്നാട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ കൊടംപുളി കുറെ ആയിട്ട് ഇപ്പൊ ഉണ്ടാവലുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ആ കുരു തിന്നാനുള്ള തൊരയില് പോവാട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ആണ്. എനിക്ക് മാത്രം പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണെന്ന് എനിക്കറിയില്ല. ഇതുപോലെ കൊടംപുളി കഴിച്ചിട്ട് ടേസ്റ്റ് തോന്നിയവരുള്ളവരെന്ന് കമന്റ് ചെയ്യണേ. സംഭവം എനിക്ക് നല്ല ഇഷ്ടമായി, കാരണം അതിൻ്റെ ഉള്ളിലൊരു പുളിയും അതുപോലെ തന്നെ മധുരമൊക്കെ ഉണ്ട്. എനിക്ക് മാംഗോസ്റ്റിന്റെ ഒക്കെ പോലെ ഒരു മാംഗോസ്റ്റ് കുറച്ചും കൂടി നല്ല മധുരം ഉണ്ട്, പക്ഷെ ഇതിനും മധുരം ഉണ്ട് കേട്ടോ. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് എന്ന് എനിക്ക് ഇതിനും പറയാനുള്ളത്, ആ കുരുവിന്റെ ഉള്ളിലെ കറയായിട്ട് ഒരു മഞ്ഞ കറയാണ്. നമ്മുടെ പല്ലിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പോവാൻ ഭയങ്കര പണിയാണ്, കത്തിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പോവാൻ ഭയങ്കര പണിയാട്ടോ. അപ്പൊ ഈ കറ പോകാൻ വല്ല ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടണേ. അപ്പൊ ഇതാ ഞാൻ പൊട്ടിച്ച് മുറിച്ച് ഇപ്പൊ എനിക്ക് പറയുമ്പോ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഇവിടെ വീട്ടിൽ ഏകദേശം അത് കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇതാ മുറിച്ച് പിന്നെ മോനും ഞാൻ കൊടുത്തു, അവനും ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മളിത് പൊട്ടിച്ച് കഴിക്കുമ്പോ കേട്ടോ അതിന്റെ ആ ടേസ്റ്റ് അറിയുന്ന ഒന്ന് പാകമായത്. കാരണം നിലത്ത് വീണ് കഴിഞ്ഞ് ചിലപ്പോൾ അത് മഴക്കൊണ്ട് ചീഞ്ഞു പോകും, അപ്പൊ അതിന്റെ ടേസ്റ്റ് അറിയില്ല, ഒരു വേറൊരു ചൊയയാണ്. പക്ഷെ ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് അറിയുന്നത്. അപ്പൊ ഞാൻ അതങ്ങനെ പൊട്ടിച്ച് അത്യാവശ്യമൊക്കെ കഴിച്ചിരിക്കണേ. ഇനി ഇതിന്റെ നെക്സ്റ്റ് പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചതിന് ശേഷം ഈ തോടില്ല, ഇതെല്ലാം നമ്മൾ കറിയിലിടാം. ഇത് കുഞ്ഞു കഷ്ണങ്ങളാക്കിയതിന് ശേഷം വെയിലുള്ള സമയമാണെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കും, അതല്ലെങ്കിൽ അമ്മ അടുപ്പിന്റെ മേലെ വെച്ചിട്ടാട്ടോ ഉണക്കിയെടുക്കുക. സാധാരണ മഴക്കാലത്താണ് കേട്ടോ ഇവിടെ ഉണ്ടാവലുള്ള. ബാക്കിയുള്ളവർക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള മഴക്കാലം ഉള്ള ടൈമിലാണ് കേട്ടോ. അപ്പൊ അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉണക്കിയെടുക്കലാണ് കേട്ടോ ചെയ്യല്. ഈ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഞാൻ ആ വെയിലുള്ള സമയത്താട്ടോ ഇത് എടുത്തത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ ആരോടൊക്കെ വീട്ടിൽ കൊടംപുളി ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അതുമല്ലാതെ നിങ്ങൾ ഈ കറിയിലല്ലാതെ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യണ്ടോന്നും കൂടി പറയുന്നത്. പിന്നെ നമ്മുടെ വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ അതിനൊന്നും ആയിട്ട് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ, എന്താണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ.